ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അമേരിക്കൻ എഴുത്തുകാരനായ ഒ ഹെൻറിയുടെ മനോഹരമായ ചെറുകഥകളിലൊന്നാണ് ദ ലാസ്റ്റ് ലീഫ്. ന്യൂമോണിയ വ്യാപകമായി പടർന്നു പിടിക്കുന്ന ന്യൂയോർക്ക് സിറ്റിക്കടുത്തുള്ള ഗ്രീൻവിച്ച് വില്ലേജാണ് കഥാപശ്ചാത്തലം. ന്യൂമോണിയ ബാധിച്ച ഒരു പെൺകുട്ടി തന്റെ കട്ടിലിൽ കിടന്ന് ജാലകത്തിലൂടെ നോക്കുമ്പോൾ പുറത്തെ ചുമരിൽ പടർന്നു പിടിച്ചിരിക്കുന്ന വള്ളിച്ചെടിയുടെ ഇലകൾ കാണുകയാണ്. ശരത്കാലമായതിനാൽ ദിവസം ചൊല്ലുന്തോറും അതിലെ ഇലകൾ പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പെൺകുട്ടി മനസ്സിൽ ചിന്തിച്ചു, ആ ചെടിയിലെ ഇലകളെല്ലാം പൊഴിയുമ്പോൾ തന്റെ ജീവിതവും അവസാനിക്കുമെന്ന്. ഒരു രാത്രിയിൽ വലിയ കാറ്റും മഴയും എല്ലാം ഉണ്ടായി. രാവിലെ നോക്കിയപ്പോൾ ഒരില ഒഴികെ മറ്റെല്ലാ ഇലകളും കൊഴിഞ്ഞു പോയിരിക്കുന്നു. ദിവസങ്ങൾ പലത് കഴിഞ്ഞു, ആ ഇല മാത്രം കൊഴിഞ്ഞു പോയില്ല. പൊഴിയാതെ നിൽക്കുന്ന ഇല പോലെ ജീവിതം ഇനിയും നീളുമെന്ന പ്രതീക്ഷയിൽ മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് അവൾ മടങ്ങി വന്നു. എന്നാൽ ആ ദിവസങ്ങളിൽ അടുത്ത വീട്ടിലെ പ്രായമായ ചിത്രകാരൻ രോഗം പിടിപെട്ട് മരിച്ചുപോയി. രോഗം പിടിപെടാനുള്ള കാരണം മറ്റൊന്നുമായിരുന്നില്ല. ആ പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായി ആ ചുമരിൽ ഒരു ഇല വരയ്ക്കാൻ അദ്ദേഹം രാത്രിയിൽ കൊണ്ട മഞ്ഞു മഴയുമായിരുന്നു. ആ ഇല അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസും അവസാന വരയുമായി തീർന്നു. വിശുദ്ധ യോഹന്നാൻ 15:13 തന്റെ സ്നേഹിതന് വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ജീവൻ ബലി കൊടുക്കാൻ പോകുമ്പോഴും തന്നെ ഒറ്റുകൊടുത്തവനെ സ്നേഹിത എന്ന് പറഞ്ഞ് ചുംബിക്കുന്ന ക്രിസ്തുവിനേക്കാൾ വലിയ സ്നേഹിതനെ എവിടെ കണ്ടെത്താനാകും? എന്നാൽ ഇന്നത്തെ സ്നേഹബന്ധങ്ങൾ പലപ്പോഴും വികലമായിരിക്കുന്നു. ആരാണ് ഏറ്റവും അടുത്ത കൂട്ടുകാരൻ എന്ന് ചോദിച്ചാൽ, സമയം നല്ലതാണെങ്കിൽ പണവും പ്രതാപവും ഒക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ കൂട്ടുകാരും ബന്ധുക്കളും ഒക്കെയുണ്ട്. സമയം മോശമാണെങ്കിൽ ആരുമില്ല എന്ന് പറയുന്നവരെ ഇപ്പോഴും നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. ആരാണ് നല്ല സ്നേഹിതൻ എന്ന് ചോദിച്ചാൽ, ഉയർച്ചയിലും വീഴ്ചയിലും താഴ്ചയിലും സന്തോഷത്തിലും സങ്കടത്തിലുമൊക്കെ വിട്ടുപിരിയാതെ കൂടെ നിൽക്കുന്നയാൾ എന്ന് പറയേണ്ടി വരും. മറ്റുള്ളവർ അറിയാതെ അവർക്ക് വേണ്ടി സമയം കണ്ടെത്താൻ കഴിയുക എന്നതാണ് ഒരു സ്നേഹിതന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനമായ കാര്യം. ഇലകൾ പൊഴിയുന്നത് നോക്കി നിരാശയിലാണ്ട് ഇനി തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ മരണം മാത്രമേ ഉള്ളൂ എന്ന് കരുതുന്നവർക്ക് മരണത്തേക്കാൾ അധികം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് കാണിച്ചു കൊടുക്കാനായാൽ നമുക്ക് നല്ല സ്നേഹിതരായി തീരാം. പണത്തെക്കാളും പദവികളെക്കാളും ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്ന, വഞ്ചനയോ ചതിയോ ഒന്നുമില്ലാത്ത ദൈവിക സ്നേഹം നിറയുന്ന നല്ല സ്നേഹിതരായി തീരാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൻ വീതിയിൽ ഞാൻ വീണുപോയാലും സ്നേഹിതനാം യേശുവെന്റെ കൂടെയുണ്ടല്ലോ. ഇരുൾ നിറയും യാത്രയിൽ ദിശ മറന്നാലും വെളിച്ചമേകി യേശു എന്നെ വഴി നടത്തിയിടും.